പുഷ്പ 2 സിനിമയെക്കുറിച്ച് ഒരു തമിഴ് സിനിമാ പ്രേമിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് കയറി വൈറലായി. പക്ഷേ പോസ്റ്റിന്റെ ഗുണമേന്മ കൊണ്ടല്ല, പകരം അതിന് താഴെ മലയാളി ചേട്ടന്മാരിട്ട കമന്റുകൾ കൊണ്ടാണെന്ന് മാത്രം. രാജ്യത്തെമ്പാടും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന പുഷ്പ 2വിന് അല്ലു അർജുന് ഏറെ ആരാധകരുള്ള കേരളത്തിൽ നിന്ന് പക്ഷേ രൂക്ഷ വിമർശനം മാത്രമാണ് ലഭിച്ചത്. ഈ പ്രവണതയെ പരിഹസിച്ചായിരുന്നു തമിഴ് സിനിമാ പ്രേമിയുടെ ട്രോൾ പോസ്റ്റ്. മലയാളികൾക്ക് അല്പം നിലവാരം കൂടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന മട്ടിലുള്ള മറുപടികളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം കമന്റുകളും മലയാളികളുടെ വക തന്നെയാണ്. മലയാളികൾക്ക് നല്ലത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവരവുമുണ്ട്. അതാണ് മറ്റ് സംസ്ഥാനക്കാരിൽ നിന്നുള്ള വ്യത്യാസം എന്ന മട്ടിലുള്ള കമന്റുകളും ഏറെ തന്നെയുണ്ട്. മറ്റ് സംസ്ഥാനക്കാരെ പരിഹസിക്കാനുള്ള അവസരം പരമാവധി മുതലാക്കുന്നവരും ഏറെ. നിങ്ങളൊക്കെ 2020 മുതലല്ലേ അല്ലു അർജുനെ കാണാൻ തുടങ്ങിയത്? കേരളത്തിൽ 2006 മുതൽ അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട്. പുഷ്പ റിലീസ് ചെയ്ത 6 ഭാഷകളിലും മലയാളത്തിലുള്ള പാട്ട് ഉൾപ്പെടുത്തിയത് പോലും അതുകൊണ്ടാണ്. പടം നല്ലതായിരുന്നെങ്കിൽ ബാഹുബലിയും KGF പോലെ കേരളത്തിലും ഹിറ്റാകുമായിരുന്നു എന്ന് ഉത്തരേന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള കമന്റുകളും വരുന്നുണ്ട്. ആര്യ മുതൽ ഇങ്ങോട്ട് അല്ലു അർജുന്റെ കരിയർ വളർച്ചയിൽ മലയാളി പ്രേക്ഷകർ വഹിച്ച പങ്കിനെക്കുറിച്ചും ചിലർ ഓർമ്മിപ്പിക്കുന്നു. ഒരു ബിഗ് ബജറ്റ് ഭോജ്പൂരി സിനിമ എന്നാണ് പുഷ്പയെ മറ്റൊരാൾ പരിഹസിച്ചിരിക്കുന്നത്. നിലവാരമുള്ള ഫിലിം മേക്കിംഗ് കാരണം ഞങ്ങൾ ചേട്ടന്മാർ ആകെ നശിച്ചു പോയതാണ്, സോറി ഗൈസ് എന്ന് ക്ഷമ ചോദിക്കുന്ന കമന്റും ശ്രദ്ധേയം. മലയാളികൾ വേൾഡ് ക്ലാസ് ഓഡിയൻസ് ആണ് എന്നാണ് മറ്റൊരു ചേട്ടന്റെ അവകാശവാദം. പുഷ്പ ക്രിഞ്ചാണെന്ന് തുറന്നടിക്കാൻ പോലും പലരും മടിച്ചില്ല. ചേട്ടന്മാരുടെ കോമൺ സെൻസ് കണ്ടുപഠിക്കാനുള്ള ഉപദേശവും കാണാം. ഈ പോസ്റ്റ് മലയാളികൾക്കുള്ള പരിഹാസമല്ല, അഭിനന്ദനമായാണ് കാണുന്നതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുമുണ്ട്. അല്ലെങ്കിലും പണ്ടേ മലയാളികൾ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവരെ വെറുതെ വിട്ട ചരിത്രമില്ലല്ലോ.